ആതുര സേവനം വെറും ബിസിനസ്സാക്കി മാത്രം കൊണ്ട് നടക്കുന്നവരത്തും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ വാണങ്ങളെടുത്തുമാണ്. നിങ്ങളിങ്ങനെ പേടിക്കാൻ കിടക്കണുള്ളൂ. വെറും 20-30% ജനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഫിറ്റ്നസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാർ, അതുപോലെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ജീവിതശൈലി രോഗങ്ങൾ വളരെ കുറവായിരിക്കും. എൻ്റെ ആശാമാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജീവിതശൈലി രോഗങ്ങളൊക്കെ ആയിട്ട് അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് 5-6 വർഷങ്ങളായിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഈ ഫിറ്റ്നസ്സിലേക്ക് ആൾക്കാർ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു വെപ്രാളം ബേജാറൊക്കെ ഉണ്ടാവും. ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഫിറ്റ്നസ് മേഖലയിലുള്ള ഒരു വ്യക്തിയോ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ട് മരണപ്പെട്ടു എന്ന് പോലും അന്വേഷിക്കാതെ നിങ്ങൾ ഡയറക്റ്റ് അത് ജിമ്മിൽ പോകേണ്ടതാണ് അല്ലെങ്കിൽ വർക്കൗട്ട് ആണ് സ്റ്റെറോയിഡാണ് എന്നും പറഞ്ഞ് വെറുതെ ജനങ്ങളിൽ ഭീതി പരത്താൻ നിൽക്കണ്ട. അതൊന്നും നടപടിയാവില്ല. ചങ്ങായിമാരെ, എനിക്ക് നിങ്ങളിത് പറയാനുള്ളത്, നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനും തെറ്റിദ്ധരിപ്പിക്കാനും ഒരുപാട് പേരുണ്ടാവും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ ആരോഗ്യമാണ് വലുത്. അത് മെച്ചപ്പെടുന്ന രീതിയിൽ ലൈഫ് സ്റ്റൈൽ മാറ്റുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അത്രേ ഉള്ളൂ.